നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങൾ, അതിനെ തുടർന്നുണ്ടായ രാജികൾ, കൂട്ടരാജി എന്ന് തന്നെ പറയാം. അമ്മ സംഘടനയിലെ കൂട്ടരാജി, ഇതെല്ലാം വേറൊരു സിനിമയിലും കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. അമ്മയുടെ ഓഫീസ് അടച്ചുപൂട്ടിയ ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടതാണ്. മാർച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമാത്രമല്ല വിദ്യാർത്ഥികൾ റീത്ത് വെച്ചതും ഒക്കെ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലായിരുന്നു. ഇപ്പോഴിതാ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം. അമ്മയിലെ പോലീസ് എത്തിയാണ് പരിശോധന നടത്തുന്നത്. ഓഫീസിൽ നിന്നും മതിയായ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. സിദ്ദിഖിനെതിരെയും ഇടവേള ബാബുവിനെതിരെയുമുള്ള പല പരാതികളെയും തുടർന്നാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അമ്മയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം ഇന്ന് അമ്മ ഓഫീസിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. ഇടവേള ബാബുവിന്റെ മുറിയിലും അതുപോലെ സിദ്ദിഖിന്റെ മുറിയിലും മോഹൻലാലിന്റെ മുറിയിലും ഒക്കെ പരിശോധന നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മുറിയിലും ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മുറിയിലുമൊക്കെ പോലീസ് തിരച്ചിൽ നടത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇരുവരും സംഘടനയുടെ ഭാരവാഹികളായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചുവെന്നും അന്വേഷണ സംഘം അറിയിച്ചിരിക്കുകയാണ്. നടന്മാർ ഉൾപ്പെട്ട ലൈംഗിക പീഡന പരാതിയിൽ എന്തായാലും പ്രതികളുടെ അറസ്റ്റ് ഉടനില്ലെന്നും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി നടപടികൾ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാകുകയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ AIG പൂങ്കുഴലി പറഞ്ഞിരുന്നു. എന്തായാലും സിദ്ദിഖും അതുപോലെ മുകേഷ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്നാണ് കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ അതിന് പിന്നാലെ എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് നോക്കിയിട്ടായിരിക്കാം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മുകേഷ്, അതുപോലെ സിദ്ദിഖ്, ഇടവേള ബാബു, ജയസൂര്യ അങ്ങനെ തുടങ്ങിയവർക്കെതിരെയായിരുന്നു, ബാബുരാജ് എന്നിവർക്കുൾപ്പെടെ എതിരെയായിരുന്നു ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നത്. എന്തായാലും സിദ്ദിഖ്, ജയസൂര്യ, അതുപോലെ ബാബുരാജ്, മുകേഷ് ഇടവേള ബാബു തുടങ്ങിയവർക്കൊക്കെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ആരോപണ വിധേയരായിട്ടുള്ളവരിൽ സുധീഷ്, അതുപോലെ മാമുക്കോയ തുടങ്ങിയവർക്കെതിരെയാണ് കേസ് ഇപ്പോൾ വരാതിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖും മുകേഷും ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജയസൂര്യയും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജയസൂര്യ എന്തായാലും തൽക്കാലം നാട്ടിൽ ഇല്ലാത്തതിനാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നാട്ടിലേക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് കഴിഞ്ഞ് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ജയസൂര്യ മാധ്യമങ്ങളെ കാണും എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹിമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ തകരുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഉൾപ്പെടെ പറഞ്ഞത് ഈ ഇൻഡസ്ട്രി തകർക്കരുത്. ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് താരങ്ങൾക്കും അമ്മയ്ക്കും എതിരെയാണ്, അത് അരുത് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെ മമ്മൂട്ടിയും പ്രതികരിച്ചിരുന്നു. മമ്മൂട്ടിയും ഇത് തന്നെയാണ് പറയുന്നത്, നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ, കാര്യങ്ങൾ സർക്കാർ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂട്ടിയും പറഞ്ഞത്. എന്തായാലും മലയാളം ബാധിച്ചിരിക്കുന്ന ഈ ഒരു നിർണായക ഘട്ടം അത് മറികടക്കാൻ താരങ്ങൾ ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സ്ത്രീകൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ താരരാജാക്കന്മാർ ആരും തന്നെ മുൻകൈ എടുക്കുന്നുമില്ല, അതിനെതിരെ ഒന്നും പറയുന്നുമില്ല എന്നുള്ള രീതിയും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.